കർത്താവിന്റെ കല്ലറ ആർക്കസോളിയോ. അങ്ങനെയാണത് കർത്താവിനെ കുറിച്ചാണെന്ന് തിരിച്ചറിയുന്നത്. കോൺസ്റ്റന്റൈൻ പണിതതിൽ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ദേവാലയം ഈ കബറിടത്തിന്റെ മുമ്പിലായിരുന്നു. ഹെലന രാജ്ഞി ഇസ്രായേലിലേക്ക് വരുന്നു, കുരിശ് കണ്ടെത്തുന്നു. കുരിശില് നമ്മുടെ എന്താ പറയാ, രണ്ട് പാരമ്പര്യമാണ്. ഒന്നിൽ പറയുന്നത് രോഗിയായിട്ടുള്ള ഒരുത്തിനെ വെക്കുന്നു, മറ്റേ പാരമ്പര്യം അനുസരിച്ച് മരിച്ചൊരു സ്ത്രീയെ കിടത്തുന്നു. എന്നിട്ട് അതിൽ 3 കുരിശിൽ കിടത്തി കഴിയുമ്പോൾ കർത്താവിന്റെ കുരിശിൽ ടച്ച് ചെയ്യുമ്പോൾ രോഗം മാറും. അങ്ങനെയാണത് കർത്താവിന്റെ കുരിശാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം അവിടെ പള്ളി പണിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം, 135 ഹഡ്രിയൻ രാജാവ് ജെറുസലേമിനെ തകർത്തിട്ട് ഇനി ജെറുസലേം എന്നുള്ള പേര് പോലും വേണ്ട എന്ന് പറഞ്ഞ് ഏലിയ കപ്പിത്തോളീന എന്നുള്ള പേര് പറഞ്ഞ് ജെറുസലേമിനെ പുതുക്കിപ്പണി. ഈ നഗരം പുതുക്കിപ്പണിതപ്പോൾ ഇവർ ആരാധിച്ചിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ തൂർക്കും. പുള്ളി കാബറയുടെ പള്ളി കാൽവരിയൊക്കെ ഇരിക്കുന്ന ഭാഗം മുഴുവൻ മണ്ണിട്ട് തൂർത്തിട്ട് അതിന്റെ മുകളിൽ അമ്പലം പണിയും. ഈ ഹെലന രാജ്ഞി കുരിശ് കണ്ടെത്തി കഴിയുമ്പോൾ ഇവർ ഈ മണ്ണ് മുഴുവൻ മാന്തി കഴിയുമ്പോൾ ഈ കല്ലറ കിട്ടും. കല്ലറയും കബറിടം ഇതൊക്കെ എഴുതി കിട്ടും. അവിടെയാണ് ഈ പള്ളി ഇതൊക്കെ കൂടി ഉൾപ്പെടാവുന്ന രീതിയിൽ വലിയ ഒരു കബറിട പള്ളിയിൽ നമ്മൾ ഉള്ളിലേക്ക് കയറി ഉടനെ മുകളിലേക്ക് കയറുന്നു കാൽവരിഗിരി. കാൽവരിഗിരി എന്ന് പറയുന്നത് ഒരു മൊട്ടക്കുന്നാണ്. മൊട്ടക്കുന്ന് നമ്മൾ പറഞ്ഞ് ഗോൽഗോത്ത അല്ലെ, ഗോൽഗോത്ത തലയോട്ടിയിടം. എന്റെ തല പോലെ അല്ലെ, കംപ്ലീറ്റ് ക്ലീൻ ആണ്, നമ്മൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ എന്താ പറയാ, ഇത് തന്നെ നമ്മുടെ കാൽവരി എന്നാണ്, ബാൾഡ് ആണത് എന്ന് പറഞ്ഞ കഷണ്ടിയാണ് എന്നാണ് ഇതിൽ പറയുന്ന വാക്ക്. ഇതിന്റെ നേരെ താഴെ കർത്താവിന്റെ കുരിശ് കണ്ടെത്തിയ സ്ഥലം താഴെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം പാറയുടെ ഇടയിൽ ഇങ്ങനെ വെട്ടായിട്ട് കിടക്കുന്നത് കാണാം. അതായത് പണ്ട് ഇവരിങ്ങനെ വെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ മരം കയറ്റി വയ്ക്കും, എന്നിട്ട് അതിൽ വെള്ളമൊഴിക്കും. 4 സൈഡിലുള്ള ഈ മരത്തിന്റെ പ്രഷറിൽ പാറ കൊണ്ട് പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് അവര് പാറ പൊട്ടിച്ചിരുന്നത്. കൊണ്ടാണ് പാറമടയായിരുന്നു എന്ന് പറഞ്ഞത്. കാണണമെങ്കിൽ നമുക്ക് താഴെ പിന്നിൽ പോയിട്ട് താഴെ ഈ കുരിശ് കണ്ടെത്തിയ സ്ഥലത്ത് ചെന്ന് നോക്കണം. അപ്പൊ പാറയുടെ കൃത്യമായിട്ട് പാറമടയുടെ അടയാളം കാണും. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ 3 കപ്പേടകളാണ്. നേരെ കയറി ചെല്ലുന്നത് ഫ്രാൻസിസ്കൻസിന്റെ, അവിടെയാണ് നമ്മുടെ ഈ ആണി അടിച്ചു കുരിശിൽ തറച്ചു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങള്. അതിന്റെ പുറത്ത് കുരിശിൽ നാട്ടിയ സ്ഥലം ഗ്രീക്ക് ഓർത്തഡോക്സുകാരിയാണ്. അവിടെ ഈ പാറയുടെ മുകളിലൊരു അൾത്താര വെച്ച് അതിന്റെ ചോട്ടിലൊരു റൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു പൊത്തുണ്ട്. ഈ പൊത്തിലൂടെ നമുക്ക് നേരെ തൊടാം, താഴോട്ട് ഈ കാൽവരിയുടെ പാറയിൽ തൊടാം. അതിന്റെ ചുറ്റും ചില്ലിട്ട് മൂടിയിട്ടുള്ളത് 2 കുരിശ് വെച്ചിരുന്ന സ്ഥലങ്ങൾ കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ നടുക്ക് വ്യാകുല മാതാവിന്റെ മറ്റേ മരത്തിൽ തീർത്ത മാതാവിന്റെ ഒരു സ്റ്റാച്ചു 13-ാം നൂറ്റാണ്ടിലാണ് അത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ 13-ാം സ്ഥലം ഓർക്കുന്നത്. 13-ാം സ്ഥലം നമുക്ക് ബൈബിളിൽ ഇല്ല എന്നറിയാലോ. അരിമത്തിയക്കാരൻ ജോസഫാണ് ശവം ഏറ്റെടുക്കുന്നത്, താഴേക്ക് ഇറക്കുന്നത്. നിങ്ങൾ പള്ളിയുടെ മുമ്പിലേക്ക് നേരെ ചെന്ന് കയറുമ്പോൾ ഒരു കല്ലുണ്ടാവും. 1700 കല്ലാണ് അനോയിന്റിങ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കുരിശിൽ നിന്ന് ഇറക്കിയിട്ട് താഴെ വെച്ച് ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിക്കോദേമസും കൂടെ പോയിരുന്നു. അവന്റെ കയ്യില് വലിയ സുഗന്ധദ്രവ്യത്തിന്റെ കൂട്ടുണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് ഈ ഓയിൽ എടുത്ത് കൊണ്ടുപോയി വെക്കുന്നത് പുതിയ കല്ലറയിലാണ്. അതിന്റെ പിന്നില് സിറിയൻസിന്റെ പള്ളിയിലുള്ളില് 1-ാം നൂറ്റാണ്ടിലെ കല്ലറകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ സ്ഥലം കല്ലറകളുള്ള സ്ഥലം തന്നെയായിരുന്നു എന്നുള്ളതാണ്. 3 ടൈപ്പാണ്. കോഹിയും ടൈപ്പ്, പൊത്ത് പോലെ നേരെ വെക്കുന്നത്. രണ്ടാമത്തെ ആർക്കസോളിയോ, ഒരു ബെഞ്ച്, അതിന് മുകളിൽ ഒരു ആർച്ച്. 3 സർക്കോഫഗസ് എന്ന് പറഞ്ഞ ഒരു പെട്ടിയിലുള്ളിൽ വെച്ചിട്ട് അടയ്ക്കുന്ന സ്റ്റൈല്. കർത്താവിന്റെ കല്ലറ ആർക്കസോളിയോ. നമുക്കറിയാം 2 പേര് ദൂതന്മാർ വന്നിട്ട് അപ്പുറത്തിരുന്നിരുന്നു അല്ലെ, തുണി ചുറ്റി കൂട്ടി വെച്ചിരുന്നു. ഇതൊക്കെ നടക്കണമെങ്കിൽ എന്താണ് ഈ ബെഞ്ചായിരിക്കണം. ഈ ബെഞ്ചാണ് ഈ പറഞ്ഞ കബറുടെ പള്ളിയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. 2 മുറിയാണ്. ആദ്യത്തെ മുറി വെസ്റ്റിബോളോ എന്ന് പറയും. ഇത് കർത്താവിനെ ബോഡി ഒരുക്കുന്ന സ്ഥലം. അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ബോഡി വെക്കുന്ന സ്ഥലം. പുതിയ കല്ലറ, ഇതുവരെ ആരെയും അടക്കാത്ത കല്ലറ, കുടുംബ കല്ലറ. അവൻ റോയൽ ഫാമിലിയാണ്. അരിമത്തിയക്കാരൻ ജോസഫ് സെനഗദ്രീൻ സംഘത്തില് കർത്താവിനെ വിചാരണ ചെയ്യുന്നതിനെ എതിർത്ത ഒരു വ്യക്തിയാണ് അല്ലെ. ഈ ജോസഫ് എന്ന് പറയുമ്പോൾ നമ്മള് തച്ചന്റെ മകൻ ഒരു ഔസേപിതാവുണ്ട്. ഔസേപിതാവിന്റെ അതേ പേരുകാരനാണ് ഇവിടെ അരിമത്തിയക്കാരൻ ജോസഫ്. ഈ ഔസേപിതാവ് ഉണ്ടായിരുന്നെങ്കിൽ അവനാണ് ആ ശരീരം ഏറ്റെടുക്കേണ്ടത്. പകരം മറ്റൊരു ജോസഫിനെ കൊണ്ടുവന്നിട്ട് ശരീരം ഏറ്റെടുപ്പിച്ചു. അവിടെ കൊണ്ടുപോയി അടക്കി. അതിന് അനാസ്തസിസ് എന്നാണ്
പറഞ്ഞിരുന്നത് കോൺസ്റ്റന്റൈന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഉത്ഥാനത്തിന്റെ പള്ളി, കബറിടത്തിന്റെ പള്ളിയല്ല, ഉത്ഥാനത്തിന്റെ പള്ളി. അതിന്റെ മുകൾ ഭാഗം തുറന്നിട്ടിരിക്കുകയായിരുന്നു, റൗണ്ടാണ്. കോൺസ്റ്റന്റൈൻ പണിതതിൽ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ദേവാലയം ഈ കബറിടത്തിന്റെ മുമ്പിലായിരുന്നു. അതിന്റെ മുകൾ ഭാഗം ആകാശത്തേക്ക് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണ് അവര് കർത്താവിനെ അടക്കുന്നത്. ഇന്നും ആ പള്ളി അവിടെയുണ്ട്. കുരിശുദ്ധത്തിന് മുമ്പ് ഹക്കീമിന്റെ കാലത്ത് 1010 അത് നശിപ്പിക്കുന്നത്. മോണോമൊക്കെ അത് തിരിച്ച് പണിയും. കുറെ ഭാഗങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടെങ്കിലും കാൽവരിയും കബറിടവും അതിനോട് ചേർന്നുള്ള ലോക്കീനോസ് കുന്തം കൊണ്ട് കുത്തിയവൻ, അല്ലെങ്കിൽ ഡിസ്മസ്, നമ്മുടെ നല്ല കള്ളൻ, പൊട്ടക്കള്ളൻ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളവരുടെയൊക്കെ ഭാഗങ്ങൾ ഓരോ കപ്പേടകളുടെ ചുറ്റുമുണ്ട്. അതിലെ കബറിട പള്ളിയില് കർത്താവിനെ അടക്കി അവിടെ നിന്ന് ഉത്ഥാനം, നമ്മുടെ ഈ പീഡാനുഭവ യാത്ര മുഴുവൻ തീരേണ്ടത് എവിടെയാണ്? ഉത്ഥാനത്തിന്റെ മഹത്വത്തിലാണ് അല്ലെ. സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ഈ രക്ഷാകര പ്രവർത്തനത്തിന്റെ പൂർത്തീകരണം. ഇവിടെ നിന്ന് അവർ നേരെ പോകുന്നത് ഒലിവ് മലയുടെ ടോപ്പിലാണ്. വീരി ഗലീലയ, അല്ലയോ ഗലീലയരെ എന്ന് വിളിക്കുന്ന ആ പേരോട്, ആ സ്ഥലത്തിന്റെ പേര് വീരി ഗലീലയ എന്നാണ്. അവിടെയാണ് അസെൻഷന്റെ പള്ളി, സ്വർഗാരോഹണ പള്ളി. അതിന്ന് മുസ്ലിംസിന്റെ കയ്യിലാണ്. പക്ഷെ അവിടെ ആ മോസ്കിലേക്ക് നമുക്ക് ഒരു ചെറിയ പൈസ കൊടുത്ത ഉള്ളിൽ കയറാം. അതിന്റെ നടുക്ക് കർത്താവിന്റെ പാദം. നമ്മൾ മലയാറ്റൂർ പോകുമ്പോ തോമസ് കാല് കാണിക്കും. അതുപോലെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയപ്പോ കാൽപാദം പതിഞ്ഞതിന്റെ കാലിന്റെ പാടുന്നതാണ് തീർത്ഥാടകരെ കാണുന്നത്. അവിടെ നിന്ന് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. 2 പേരാണ് പറഞ്ഞത്. 2 പേരുടെ സാക്ഷ്യം സത്യമാണ്. രൂപാന്തരീകരണത്തിന് 2 പേരാണ്. ഇവിടെയും 2 പേരാണ്. ഉത്ഥാനത്തിന്റെ അവിടെയും 2 പേരാണ്. പിന്നെ ഇവരുടെ ആ ഭാഗം നിങ്ങൾ വായിച്ചതറിയാം. അവർ നോക്കി നിൽക്കെ 4 പ്രാവശ്യമാണ് നോക്കുക എന്നുള്ള വെർബ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ? ഇവര് ദൃക്സാക്ഷികളാണ്. അതുകൊണ്ട് അവരോട് എന്താ പറഞ്ഞ്, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയിട്ട് എനിക്ക് സാക്ഷ്യം നൽകണം. സകല ജീവജാലങ്ങളോടും സുവിശേഷം പ്രസംഗിക്കണം. അവര് ക്രിസ്തുവിന്റെ ദൃക്സാക്ഷികളാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും. ലൂക്കാ സുവിശേഷകൻ ബലിമൃഗമാണ് അവന്റെ ചിഹ്നം അല്ലെ, കാള. അവൻ ദേവാലയത്തില് തുടങ്ങിയ സുവിശേഷം ഇവിടെ അവസാനത്തെ ആശീർവാദം അത് കൊടുക്കുന്നത് അവിടെയാണ്. സ്വർഗാരോഹണത്തിന് മുമ്പ് ആശീർവാദം കൊടുത്തിട്ടാണ് കർത്താവ് മലമുകളിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നേരെ ഒരു സാപത്ത് ദിവസത്തെ യാത്രാ ദൂരം 1.2 കിലോമീറ്റർ. അതാണ് അവിടെ നിന്ന് ജെറുസലേം ദേവാലയത്തിലേക്കുള്ള ദൂരം.